എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഇന്നലെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ നടികളുടെ ചില ഇനാഗ്രേഷനോടനുബന്ധിച്ച് അവരിട്ടുകൊണ്ട് വരുന്ന വസ്ത്രങ്ങളാണ്. ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. നല്ല പോലെ മൂടിപ്പൊതിഞ്ഞ പോലത്തെ ഒരു ചുരിദാറിട്ട് അപർണ ബാലമുരളി ഒരു ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പം എന്റെ പൊന്നു അത് തിരിച്ചും മറിച്ചും ഒക്കെ മീഡിയക്കാർ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ എടുത്ത് ഇട്ടിരുന്നു. ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ തന്നെ കമന്റ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് ആകെ ഒരല്പം വണ്ണം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ശരീരഭാഗവും അത് പുറത്ത് കാണിച്ചിട്ടില്ല. എന്നിട്ടും വൃത്തിയോടെ എഴുതി വിട്ടതാണ് നമ്മുടെ ഇവിടെയുള്ള കുറെ ഞരമ്പന്മാരും അല്ലാത്തവരായിട്ടുള്ള കുറെ സദാചാര ആൾക്കാർ. ഇങ്ങനെയുള്ള കേരളത്തിൽ ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കേരളത്തിൽ പട്ടിഷോ കാണിച്ച് വെല്ലുവിളിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു ബിൻസി അക്ബറിന്റെ കല്യാണത്തിന് വന്ന് ആ ഒരു പാവാടയും ബ്ലൗസും. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു വേഷമാണ്. പെൺകുട്ടികളൊക്കെ ഇടാറുണ്ട്. ഒരു ബ്ലൗസ് പോലെ ഇടും, പക്ഷെ നല്ല ഞുറിച്ചിൽ പോലുള്ള പാവാട അടിയിലും ഇടും. ചിലപ്പം ഒരു ഒത്തിരി വർക്കെല്ലാം ചെയ്ത ഒരു സംഭവമാണ്. ചിലപ്പോൾ ഒരു ഷാള് പോലെ ഈ സൈഡിലൊക്കെ കാണും. ഇല്ലേലും അതൊരു വൃത്തികേടായിട്ട് അങ്ങനെ തോന്നില്ല. പുതിയ വേഷമാണത്. പഴയ കാലത്ത് അങ്ങനെ ഒരു വേഷം മലയാളി മംഗന്മാരിട്ടോണ്ട് നടന്നിരുന്നു വീടുകളിലേക്ക്, ഒരു പാവാടയും സാരി ബ്ലൗസ് പോലത്തെയൊക്കെ. അതൊക്കെ പിന്നെ പോയി വന്നാണ്. ഇപ്പൊ പുറകോട്ടുള്ള പോക്കായോണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. എന്നാലും അത്ര വൃത്തികളില്ലാതെ വയറൊക്കെ അങ്ങനെ കാണിക്കാതെ ഒരു നേരിയ വര പോലെ വയറൊക്കെ കാണുള്ളൂ. കാരണം പാവാടയും ബ്ലൗസും ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഒരു ചെറിയ വര പോലെയൊക്കെ കാണുള്ളൂ. ആരും അത്ര വലിയ ഇത് പറയാറില്ല ഇവരെയൊക്കെ ഇങ്ങനെ കാണുമ്പോ. ബിൻസി പക്ഷെ കഴിഞ്ഞ ദിവസം ഇട്ടോണ്ട് വന്നായിരുന്നു കാണണ്ടേ എന്റെ പൊന്നെ. ഈ ഫിഷ് കട്ട് അണ്ടർസ്കേർട്ട് കണ്ടിട്ടില്ലേ? അതെങ്ങനെയാന്ന് നിങ്ങൾക്കറിയാലോ. നമ്മുടെ ബോഡിയോട് ബാക്കിലോട്ടൊക്കെ ചേർന്ന് ഇരിക്കും. എന്നിട്ട് താഴോട്ട് ഒരു മതങ്ങ് വണ്ണം കുറഞ്ഞ് നൂല് പോലെ ആകുന്ന രീതി ഫിഷ് കട്ട്. അതായത് ബോഡി ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്തിനാ അങ്ങനത്തെ ഫിഷ് കട്ട് അണ്ടർസ്കേർട്ട് എന്ന് വെച്ചാൽ നമ്മൾ സാരി ഉടുക്കുമ്പോൾ നല്ല ഷേപ്പ് തോന്നാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു സംഭവമാണത്. എല്ലാ ലെഗിൻസ് ഇട്ടാലും അങ്ങനെ വരും എന്നൊക്കെ പറയും. എന്നാൽ ഈ ഒരു അതങ്ങനെ ആ മോഡലിൽ തയ്ച്ച ഒരു പാവാട, അങ്ങനെ തയ്ച്ച ഒരു പാവാടയാണ് ബിൻസി ഇട്ടിരുന്നത് കഴിഞ്ഞ ദിവസം. അതുകൂടാതെ ബിൻസി മുകളിലിട്ടിരുന്ന വേഷമാണേലും എന്തെങ്കിലും ഒരു ബ്ലൗസ് ആണേലും ബ്ലൗസ് ആയിട്ട് തോന്നാത്ത രീതിയിൽ എന്തൊക്കെയോ ഗോഷ്ടി കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണേലും അക്ബറിന്റെ മാരേജ് ആണ് നടന്നത്. പക്ഷെ അവരെ രണ്ടുപേര് ആരും ശ്രദ്ധിച്ചില്ല. കമന്റ് ബോക്സിൽ അക്ബറിന്റെ വൈഫിനോട് യാത്ര പറയുമ്പോഴത്തേന് ആൾക്കാർ കോമഡി, എന്റെ പൊന്നോ എത്രയും വേഗം ഒന്ന് പോയി തന്നാ മതി എന്ന് അക്ബറിന്റെ വൈഫിന്റെ മനസ്സിരിക്കുന്നെന്ന്. അതുപോലത്തെ പട്ടിഷ അവിടെ കിടന്ന് ഈ വേഷം ഇട്ട് നിരങ്ങുകയും ചെയ്തു. കൂടെ അച്ഛനും അമ്മയുണ്ട്, ചാച്ചനും ഓട്ടോയും ചാച്ചനും ഒക്കെ ഇപ്പം ഇതുണ്ട്, യൂട്യൂബ് ചാനലും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാല് ഇവര് ചെറുപ്പക്കാരായ അച്ഛനും അമ്മയാണ്. ഈ കുട്ടി ബിൻസിക്കും അധികം പ്രായമൊന്നുമില്ല. എന്നാൽ ബിൻസിയൊക്കെ ഇങ്ങനെ ഈ ഇതുപോലത്തെ പ്രായക്കുറവിന്റേതായ ചില വിവരക്കേടുകൾ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാനുള്ള പറഞ്ഞു കൊടുത്താൽ കേൾക്കില്ല. കാരണം ഈ കുട്ടിയാണ് അവരെ നോക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി പോകുന്നത്. കാരണം മേൽക്കോയ്മ ബിൻസിക്കാണ്. അപ്പൊ ബിൻസി പറയുന്നത് അവർക്ക് കേൾക്കാനേ പറ്റും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോ നിന്റെ വസ്ത്രധാരണം അല്ലേ പറയുന്നോട്ട് അവർക്കൊരു വിഷമില്ല. എന്ന് വെച്ചാൽ അതിപ്പോ രേണുസുതിയൊക്കെ അനുകൂലിച്ചാണ് ആൾക്കാർ പോകുന്നത്. അതായത് നെഗറ്റീവ് പറഞ്ഞ് ട്രെൻഡിങ്ങിലായിട്ട് ഇങ്ങനെ നിന്ന് നാളെ ഒരിക്കൽ എന്റെ മകളെ സിനിമയിലെ നായികയായിട്ട് വിളിച്ചാലോ എന്നായിരിക്കും അവരാഗ്രഹിക്കുന്നത്. പക്ഷെ പൊതുജനം ഇതിപ്പോ ഇവരെ ആരും പേടിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് തെറിവിളിയുടെ തെറിവിളിയായിരുന്നു. മൊത്തം അത് വൈറലായി അതുപോലെ വൃത്തിയായിട്ട് പട്ടി ഷോ എന്നും പറഞ്ഞുള്ള രീതിയിൽ ഇങ്ങനെയാണ്. ശരിക്കും അത് അങ്ങനെ തന്നെയാണ്. ബിൻസിയുടെ ആ വേഷം ഇട്ട് ബിൻസി ഒന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ശരിക്കൊന്ന് നോക്കുകയാണെങ്കിൽ ആ വേഷം ഇട്ട് പുറത്തിറക്കില്ല. ഒരു വേഷം ഇടുമ്പോ ഇനി ഈ വയറോ എവിടം പുറത്ത് കാണിച്ചാലും അതിന്റെ ഉള്ളിൽ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു ഭംഗി തോന്നണം അതിടുമ്പോ. അല്ലാതെ വൾഗർ ലുക്ക് തോന്നിയ ആൾക്കാർ അന്തം വിട്ട് നോക്കുന്ന അതുകൊണ്ട് എന്തു ഗുണം ഉണ്ടാവാന്? മീനാക്ഷി ചിലപ്പോ കണ്ടിട്ടില്ലേ? ആ മീനാക്ഷി ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഇതേപോലത്തെ വേഷം ഇട്ടിട്ട് ഹൈ സ്പീഡിൽ അവിടെ ഇവിടെ എല്ലാം പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഓട്ടം ഓടുന്നുണ്ട്. എന്താണോ ഇതിങ്ങളുടെയൊക്കെ മനസ്സിരിക്കുന്നത്? വൃത്തിയേട് കാണിച്ചിട്ട് ഭംഗിയാന്ന് ഇവര് വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അതാണ് ബിൻസി ഇപ്പൊ ചെയ്തിരിക്കുന്നത്. വെറും വൃത്തിയേട്. കണ്ണാടിയുടെ മുന്നിൽ നോക്കുകയാണെങ്കിൽ അത് ആസ്വദിക്കാനേ പറ്റില്ല. തയ്യലിന്റെ എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാതെ അത്രയും വൃത്തിയേടായിട്ട് തോന്നുകയില്ല. ഇനി അത് പോട്ടെ. ഇന്നലെ ഇപ്പം ഐശ്വര്യലക്ഷ്മി, നമുക്ക് എല്ലാം നല്ല നല്ല വേഷം ചെയ്ത ഐശ്വര്യലക്ഷ്മി പിന്നെ ആലുക്കാസിന്റെ എന്തോ പരിപാടിക്ക് ഇനാഗ്രേഷൻ വന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. ൊക്കെ വരുമ്പോൾ
മുമ്പ് ഈ വഴി വരാറുള്ള ആളാണ്. ഒരുപാട് 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 സന്തോഷം. ഞാൻ എന്താണ് പറയുക, നമുക്ക് അതൊരു ഫീലിംഗ് ആണല്ലോ, നമ്മള് ജനിച്ച് വളർന്ന ഒരു നാട്ടില് ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷന് ക്ഷണിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. ജോസ് ആലുക്കാസും ഞാനും ഇപ്പൊ ഇതിനു മുന്നേ ഐശ്വര്യലക്ഷ്മി കുളിമുറിന്ന് കുളി കഴിഞ്ഞ് ടൗലി ചുറ്റി ഇറങ്ങി വരുന്ന പോലത്തെ ഇവിടെ വെച്ചിട്ടുള്ള ഒരു വേഷം ഉണ്ടല്ലോ, അതും കെട്ടി വന്ന സമയത്ത് എല്ലാരും ഇതുപോലെ അറ്റാക്ക് ചെയ്തപ്പം ഇതുപോലെ ഒരു അവാർഡ് മേടിക്കാനും പോയിട്ടുണ്ട് ഐശ്വര്യലക്ഷ്മി ഇതിനു മുന്നേ. അപ്പൊ അറ്റാക്ക് ചെയ്തപ്പോൾ ഐശ്വര്യലക്ഷ്മി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒരു ഇനാഗ്രേഷന് പോയപ്പോൾ നിങ്ങളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ചെന്ന്, സോഷ്യൽ മീഡിയയിൽ പറയുന്ന നടക്കുന്നത് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലൈസൻസിലാകാം ഇപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഇനാഗ്രേഷന് അല്ലെ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പം കുറച്ചുകൂടെ ഒരു ഐശ്വര്യമായിട്ട് വരുന്ന നല്ലത്. നമ്മുടെ മഞ്ജു വാര്യരോ ഒക്കെ വരുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എന്ത് വന്നാലും അതാണ് ഇഷ്ടം. ഇനിയൊരു തലമുറയുടെ കഴിഞ്ഞു കഴിയുമ്പം ഇവരെ പോലുള്ളൊരു വരുന്നതായിരിക്കാം ചിലപ്പോൾ അന്നത്തെ ജനങ്ങൾക്ക് ഇഷ്ടം. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം കുറച്ചുകൂടെ ഒരു ഐശ്വര്യമായിട്ട് നല്ല വേഷമിട്ട് നമ്മളുടെയൊക്കെ മനസ്സിന്റെ സങ്കല്പം അനുസരിച്ച് മഞ്ജു വാര്യരൊക്കെ വരുന്ന പോലെ വരുന്നത് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ ഇവരുടെ വിചാരം അന്നാരാജൻ, ഹണി റോസ് ഒക്കെ ഓരോന്ന് വെച്ച് കെട്ടി വന്ന പോലെ ഇവർക്ക് വെച്ച് കെട്ടി വരാൻ പറ്റുന്നില്ല, അല്ലെ ഇനി അത് ജനം കണ്ടുപിടിക്കുന്നു, അല്ലെ ആ ട്രെൻഡ് കഴിഞ്ഞെന്നോ എന്തോ തോന്നിയിട്ട് ഇവരന്ന് ഉള്ളതൊക്കെ അങ്ങ് പുറത്തിട്ട് അങ്ങ് കാണിച്ചേക്കാം എന്നുള്ള വിചാരം. ആ കാണിയില് കൊണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞ ഇവരെ ആ കാണിയില് പുറത്ത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാറിടോ എല്ലായിടം പുറത്ത് കാണിക്കുമ്പോൾ അത് ജനങ്ങൾ കണ്ട് ആസ്വദിക്കുന്നുള്ള വിചാരത്തിലാണ് ഇവര് കാണിക്കുന്നത്. പക്ഷെ ഇവർക്ക് ആത്മവിശ്വാസം ഇച്ചിരി കുറവുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവരിടയ്ക്കെല്ലാം കൈപൊത്തി പിടിക്കലും എല്ലാവരും ഈ ചെയ്യുന്ന എല്ലാവരും ഇങ്ങനത്തെ വേഷം ഇട്ട് വരുന്ന ഇവർക്കൊന്നും ഇവര് ബോൾഡാന്നും ഇവര് ഓവർ മോഡേണാന്നും ആരുണ്ട് ഇവിടെ ചോദിക്കാൻ. ഞങ്ങളുടെ ഇഷ്ടമാണ്, വസ്ത്ര സ്വാതന്ത്ര്യമാണ്, എന്തിനോന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്, ഇങ്ങനെ കുറെ മെസ്സേജുകളാണ് ഇവര് മുന്നിലേക്ക് ഇടുന്നത്. ഈ മെസ്സേജ് എല്ലാം ഇട്ട് നമ്മളെ വെല്ലുവിളിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ട് അവിടം പൊത്തി ഇവിടം പൊത്തി അങ്ങനെ പൊത്തി ഇങ്ങനെ പൊത്തി മിക്കപ്പോഴും കാണാം അവിടെ ഇവിടെയൊക്കെ പൊത്തി പിടിച്ചോണ്ടിരിക്കുന്ന കാണാം. റീമ കല്ലിങ്ങൽ ഒരു പരിപാടിക്ക് ഒരു സ്റ്റേജേ വന്നിരുന്നിട്ട് ക്യാമറാമാൻ ആ പെൺകൊച്ചിന് കാല് നേരെ വെച്ച് ഇരിക്കാൻ പറ്റില്ല, കാലിന്റെ പുറത്ത് വെച്ചേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. നേരെ വെച്ചാൽ ക്യാമറാമാൻ സൂം ചെയ്താൽ പ്രശ്നമാവും. ഈ ക്യാമറാമാനാണ് സൂം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ബുദ്ധിമുട്ട് അവിടെ നിന്ന് ഞെളിപിരി കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന റീമ കല്ലിങ്ങൽ. അതേപോലെയാണ് ഇതുങ്ങളെല്ലാം കാണിക്കുന്നത്. ഇതുങ്ങൾക്കൊക്കെ അറിയാം ഉള്ളിന്റെ ഉള്ളിൽ ബോൾഡ് ആവുമ്പോഴും സ്ത്രീത്വത്തിന്റെ ആ ഒരു ഹോർമോൺ പ്രശ്നം കൊണ്ട് ഒരു ലജ്ജ അല്ലെ ഒരു നാണം എന്നുള്ള സംഭവം ശരീരത്തിൽ ദൈവം കൊടുത്തു വെച്ചിട്ടുള്ളതുകൊണ്ട് അറിയാതെ കയ്യിലെ ഇങ്ങോട്ട് പോകും, എവിടാണോ തുറന്ന് മലത്തിയിട്ടിരിക്കുന്നത് അങ്ങോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, നാണമില്ലാത്ത രീതി. എങ്ങനെ ഒരു തൊലിക്കട്ടി. കമന്റ് വായിക്കാം. സാമാനം പുറത്ത് കാണിച്ചിട്ടാണ് നിലവിളക്ക് കൊളുത്തുന്നത്. ഇതൊക്കെ വേശ്യാലയം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കാണിച്ചാൽ പോരെ, എല്ലാറ്റിനും അതിന്റേതായ റെസ്പെക്ട് അത്യാവശ്യമാണ്. ഇവൾക്കൊക്കെ തന്തയും തള്ളയില്ലേ, അവരൊക്കെ ഇത് കാണുന്നില്ലേ, സമൂഹത്തിലെ കുട്ടികൾ കാണില്ലേ, നാണമില്ലേ പെണ്ണെ നിനക്ക്, ഇതിലും കൂടുതൽ കാണിച്ചോ, അത് വല്ല ബാറുകളിലോ സ്പാ സെന്ററിലോ ഒക്കെ മതി. നിലവിളക്ക് കൊളുത്തുന്നത് ഡാഷ് കാണിച്ചിട്ടാണോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. മാന്യമായ വസ്ത്രം ധരിച്ച് വരുന്നവരുടെ പേര് വിളക്ക് കത്തിക്കാൻ വിളിക്കാൻ അവൾ ഇത് കാണിക്കാൻ വീട്ടുകാർ ഒരുക്കി ഇറക്കി. എന്റെ പൊന്നോ, ഇതിന്റെ അകത്ത് വീട്ടുകാർക്കൊന്നും ഇപ്പൊ ഒരു സ്ഥാനമില്ല. അത് ആ കമന്റ് ഇടുന്നവർ മനസ്സിലാക്കുക. ഇവരൊക്കെ കയറി ഇവര് സ്റ്റാർ ആയി കഴിഞ്ഞപ്പോ ഇവര് വീട്ടുകാരുടെ മുകളിലാവും. ഇവര് കൊണ്ടുവരുന്ന വരുമാനത്തിൽ കഴിയുന്ന വീട്ടുകാരായിരിക്കും. അവർക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് വേഷം കെട്ടിയാലും. ഇത് കണ്ടിട്ട് വേണം അടുത്ത ഫിലിം ബുക്ക് ചെയ്യാൻ. ഇത്തരക്കാരെ പൊതുവേദികളിൽ നിന്ന് പൂർണ്ണമായി അകറ്റി നിർത്തിയാൽ ചിലതൊക്കെ വസ്ത്രത്തിനുള്ളിൽ ഒതുക്കി വെക്കേണ്ടത് എന്ന തിരിച്ചറിവുണ്ടാവും. വസ്ത്രത്തിനുള്ളിൽ ഒതുക്കി വെക്കാൻ വേണ്ടി സമരം ചെയ്ത കാലമാണ് പണ്ട്. ഇപ്പൊ ഇവരെങ്ങനെ ഇതെല്ലായിരുന്നു പുറത്തിട്ട് കാണിക്കാം എന്നുള്ള രീതിയിൽ ആ സാരി എടുക്കുന്ന രീതി പോലും മാറിപ്പോയില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സാരി ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഉടുത്തിട്ടിട്ട് അതേ ഈ ഭാഗത്തുനിന്ന് ഒരു അല്പം മാറിയ സ്ത്രീകൾ അതെപ്പോഴും വലിച്ചിട്ടാണ് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പൊക്കോണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഇന്ന് ആ സാരി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഇവിടെ ഒരു വശം മുഴുവൻ ഓപ്പൺ ആയിരിക്കും, 11 പോലെ നടുക്കു അങ്ങനത്തെ ഒരു വര പോലെ ഇട്ട് ശതമാനം പോലെയൊക്കെ ഇട്ട് ചെയ്ത് അങ്ങനെയാണ് പെണ്ണുങ്ങൾ ഇപ്പൊ സാരി ഉടുത്തു പോകുന്നത്. അല്ലാതെ പഴയ രീതിക്ക് മൊത്തം മൂടി പൊതഞ്ഞൊന്നും അല്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ജെട്ടി മാത്രം ധരിച്ചാലും കുഴപ്പമില്ല. അവിടെ ദീപം കൊളുത്തൽ അപ്രസക്തമാണ്. എന്റെ കാഴ്ചപ്പാട് ഇതൊരു വേശ്യാലയമാണെന്ന് തോന്നുന്നു. എന്താ ശരിയല്ലേ? ഇവക്കൊന്നും നാണവും മാനവും ഇല്ലേ? ഈ നാണവും മാനവും ഇവർക്ക് എന്നോ പോയതായിരിക്കും. വലിയ കുഴപ്പമില്ല എന്ന് കരുതി ഇരുന്ന ഒന്നായിരുന്നു ഇതും കൈവിട്ടുപോയി. ഇത് ശ്രദ്ധിക്കാഞ്ഞിട്ട് ഇത് വലിയ കുഴപ്പം. ഇത് പണ്ട് തൊട്ടേ പുള്ളിക്കാരത്തി ഇങ്ങനത്തെ വേഷത്തിലൊക്കെ വരും. ഒരു ഡോക്ടറാണ് ഐശ്വര്യലക്ഷ്മി കേട്ടോ, അത് ഓർക്കണം.
വിളക്ക് കൊളുത്തുന്ന ഐശ്വര്യലക്ഷ്മിക്ക് പറ്റിയ വേഷവിധാനം. ആ വിളക്കിന്റെയും പേരിന്റെയും പവിത്രത കളഞ്ഞു. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. അങ്ങനെ മൊത്തമായിട്ട് കമന്റ് പോകുന്നു. ഐശ്വര്യലക്ഷ്മി വന്ന എടുത്ത ക്യാരക്ടറൊക്കെ കൊള്ളാവുന്നതുകൊണ്ടാണ് നമുക്ക് പുള്ളിക്കാരത്തി അങ്ങനെ എല്ലാ ഇതും കൈവിട്ടു പോയെന്നൊക്കെ തോന്നുന്നത്. പുള്ളിക്കാരത്തി ഉദ്ഘാടനത്തിനൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ, അല്ലെ അവാർഡിനും ഒക്കെ ഇങ്ങനത്തെ തന്നെ വേഷമിട്ടേ വരുള്ളൂ. അതായത് ഒന്നേ ഉള്ളൂ, മോശമായിട്ടാണേലും പോസിറ്റീവായിട്ടാണേലും നെഗറ്റീവായിട്ടാണേലും ശ്രദ്ധിക്കപ്പെടുക. അത് മാത്രമേ ഉദ്ദേശമുള്ളൂ അവർക്ക്. എങ്ങനെയാണ് 4 ആള് 1,00,000 ആൾക്കാർ കൂടുന്നതിന്റെ അകത്ത് നമ്മളെ മാത്രം ശ്രദ്ധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്താലേ ക്യാമറ എല്ലാം അങ്ങോട്ട് വരും. അത് കണ്ണിന് നല്ല കാഴ്ചയാകണോ അല്ലെ വൾഗർ ആവണോ, ഇതൊന്നും അവിടെ വിഷയമല്ല. അവിടെ ശ്രദ്ധിക്കപ്പെടുക അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ബിൻസി ചെയ്തല്ലേ, എനിക്ക് ഐശ്വര്യലക്ഷ്മിയെക്കാട്ടും ബിൻസിയുടെ കാര്യത്തിലാണ്. കാരണം ബിൻസിയുടെ കൂടെ അച്ഛനും അമ്മയുണ്ട്. ഈ വേഷം കെട്ടി ഈ പെങ്കൊച്ചിനെ അവര് വളർത്തിക്കൊണ്ട് വന്നിട്ട് ഈ പെങ്കൊച്ചിനെ തുള്ളിച്ച് കെട്ടിച്ച് ഈ പെണ്ണ് പറയുന്ന കേട്ട് നിൽക്കാനേ അവസ്ഥയുള്ളൂ. ഇതിന്റെ കൂടെ അല്ലെ വരാതിരിക്കണം. ഇതിന്റെ കൂടെ എല്ലാ ഫംഗ്ഷനും വന്നിട്ട് അത് ഇടുന്ന വേഷം അതിനെയും കൂടെ നടത്തി ഇങ്ങനെ അവര് നടത്തും. അവരെന്തായിരുന്നാലും പഴയ തലമുറയാണ്. അവർക്കിതൊക്കെ ഇത് ഞങ്ങൾ ഇങ്ങനെ അംഗീകരിച്ചാലേ ഞങ്ങൾ മോഡേൺ ആവുള്ളൂ എന്നൊരു വിചാരത്തിൽ തുള്ളി നടക്കുന്ന കാണുന്ന അച്ഛനെ അമ്മയും ബിൻസിയുടെ അച്ഛനെ അമ്മയും കാണുമ്പോൾ ഉളുപ്പില്ലേന്ന് ചോദിക്കാൻ തന്നെ തോന്നും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.